ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ ഒരാൾക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട 5 വിഷയങ്ങളാണ്. അതായത് ഈ 5 വിഷയങ്ങൾ ഓക്കെ ആകുകയാണെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. ഒന്നാമത്തെ വിഷയം വേറൊന്നുമല്ല, ഈ സബ്ജക്റ്റിലുള്ള ഇൻട്രസ്റ്റ് ആണ്. അതായത് സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ് കൾച്ചർ, പോളിറ്റി, എക്കണോമിക്സ് തുടങ്ങിയ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇത് വളരെ ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരല്പമെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർഷങ്ങളോളം ഈ പ്രിപ്പറേഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പോയിന്റ് ഈ വിഷയത്തിലുള്ള ഇൻട്രസ്റ്റ് തന്നെയാണ്. രണ്ടാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ പോയിന്റ് നിങ്ങളുടെ ഹെൽത്താണ്. സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവുന്ന പല കാൻഡിഡേറ്റ്സിനും രാത്രിയോ പകലോ എന്നില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ഹെൽത്ത് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതാണ്. ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് IPS, അതുപോലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ റിക്വയർമെൻറ്റ് വളരെ ഹൈ ആണ്. ഇനി അതല്ല IAS, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് സർവീസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ റിക്വയർമെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഇനി അതല്ല ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 1, 2, 3, 4 അങ്ങനെ 4 കാറ്റഗറികൾ ഏതെങ്കിലും നിങ്ങൾ പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്നതാണ്. ഇതൊന്നും നിങ്ങൾ പെടുന്നില്ല എങ്കിൽ കാര്യമായ അപാകതകളൊന്നുമില്ല എന്ന് ഈ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ സിവിൽ സർവീസ് മെഡിക്കൽസിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോയിന്റ് വേറൊന്നുമല്ല, സഫീഷ്യൻറ്റ് ടൈം ഉണ്ടാകുക എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ ഡിഗ്രിക്ക് ശേഷമാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 6 വർഷം വരെയെങ്കിലും ഫുൾ ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും സമയം താങ്കളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലികൾ പലപ്പോഴും അപ്പർ ഏജ് ലിമിറ്റ് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ അപ്പർ ഏജ് ലിമിറ്റ് ആകാൻ ആവശ്യത്തിന് സമയം ബാക്കിയുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നാലാമത്തെ പോയിന്റ് വേറൊന്നുമല്ല, ഫാമിലിയുടെ സപ്പോർട്ടാണ്. സിവിൽ സർവീസ് പ്രിപ്പറേഷന് പോകുന്നതിന് പകരം താങ്കൾ ഒരു ഫുൾ ടൈം ജോലിക്കാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ അടുത്ത 5 or 6 വർഷത്തിനകത്ത് ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും സാലറിയായി താങ്കൾക്ക് ലഭിക്കേണ്ടതാണ്. വിദേശത്താണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ തുക 50 ലക്ഷത്തിനും മുകളിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഫാമിലിയുടെ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റുകൾ മറ്റാരെങ്കിലും ഏറ്റെടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, സിവിൽ സർവീസ് പ്രോസസ്സ് അല്പം ചെലവേറിയ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഫണ്ടും താങ്കൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. സോ ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. സിവിൽ സർവീസ് പ്രോസസ്സിൽ ഒഴിച്ചുകൂടാനാകാത്ത 5ാമത്തെ ഘടകം ഒരു ഫുൾ ടൈം കോച്ചിങ് ആണ്. അതായത് ഒരു വ്യക്തമായ ഗൈഡൻസ് ഉണ്ടാവുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹിമാലയം കയറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു ഗൈഡ് ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ ഹിമാലയത്തിൻ്റെ മുകളിൽ എത്തില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ പോയതുപോലെ തിരിച്ചു വരാൻ തന്നെ സാധിക്കണമെന്നില്ല. സിവിൽ സർവീസ് പ്രോസസ്സും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങളുടെ എഫേർട്ട് പലപ്പോഴും പാഴായി പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് അനന്തമായി നീണ്ടുപോവുകയും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ താങ്കളുടെ മോട്ടിവേഷൻ ലെവൽ വല്ലാതെ കുറയുകയും ചെയ്യും. സോ അത് ഈ പ്രോസസ്സ് തന്നെ നിന്നു പോകാനുള്ള സാധ്യതയും ഉണ്ടാക്കുന്നു. അതിൻ്റെ അർത്ഥം കോച്ചിങ് ഇല്ലാതെ ആരും ഇന്നുവരെ ഈ പരീക്ഷ പാസ്സായിട്ടില്ലെന്നോ ഒരിക്കലും ഇല്ലെന്നോ അല്ല. ഒരുപക്ഷെ താങ്കൾ ഒരു എക്സെപ്ഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ സാധിച്ചേക്കും. പക്ഷെ അത്രയും വലിയൊരു റിസ്ക് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല.